ആദ്യമായിട്ട് ഞങ്ങൾ ലഡു ബേബിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വിഷുവിൻ്റെ അന്ന് തന്നെ പോകാമെന്ന് ഫിക്സ് ചെയ്തു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വിഷുക്കണിയൊക്കെ കണ്ട് ബ്ലെസ്ഡ് ആയിട്ടിരുന്നപ്പോഴേക്കും അമ്മ വന്നു. ഇന്ന് പർച്ചേസിന് നമ്മുടെ കൂടെ അമ്മയും വരുന്നുണ്ട്. ആക്ച്വലി 2 വീക്സിന് ശേഷമാണ് അമ്മ എന്നെ കാണുന്നത്. അപ്പോഴേക്കും എനിക്ക് വയറ് കുറച്ചുകൂടെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് ഇറങ്ങി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആദ്യമായിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു ത്രില്ലിലായിരുന്നു ഞാൻ. പലരും നമ്മളോട് ചോദിച്ചു ഇപ്പോഴേ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണോ എന്ന്. പക്ഷേ 8th മന്ത് ആയപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ട്രാവൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഞാനും കൂടെ പോയി തന്നെ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആഗ്രഹമല്ല, എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ നമ്മൾ അടൂരുള്ള ശിവ മെറ്റേണിറ്റി വിയേഴ്സ് ആണ് ചൂസ് ചെയ്തത്. ന്യൂ ബോൺസിനും മെറ്റേണിറ്റിക്കും മാത്രമായിട്ടുള്ളൊരു ഷോപ്പാണിത്. ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഇവരിവിടെ സെല്ല് ചെയ്യുന്നത്. ഫസ്റ്റ് ഈ ഒരു ക്യൂട്ട് ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ബേബീസിൻ്റെ ഡ്രസ്സൊക്കെ ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട്. ആദ്യമായിട്ടാണ് ഞാനൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്നത്. അതും ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര സ്പെഷ്യലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പ്രോഡക്ട്സും ഭയങ്കര കെയർ ആയിട്ട് ഭയങ്കര സൂക്ഷ്മതയോട് കൂടിയാണ് ഞാൻ എടുത്തത്. മസ്ലിൻ കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് നമ്മൾ അധികവും കുഞ്ഞിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തത്. ഹോസ്പിറ്റൽ ബാഗിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസും കൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ചെന്നത്. പക്ഷേ അവിടെ എത്തി കുഞ്ഞിൻ്റെ ഐറ്റംസ് കണ്ടപ്പോൾ എനിക്ക് ബാക്കിയുള്ളതൊന്നും എൻ്റെ മൈൻഡിലേ വന്നില്ല. കുഞ്ഞിന് വേണ്ടി പർച്ചേസ് ചെയ്ത് എനിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് ബില്ലടിക്കാൻ പോകുമ്പോഴായിരിക്കും ഞാൻ അടുത്ത ഐറ്റം കാണുന്നത്. അപ്പോൾ ഞാൻ അതും എടുത്തിട്ട് വരും. അങ്ങനെ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്താണ് കുഞ്ഞിൻ്റെ ഓരോ ഓരോ ഐറ്റംസും നമ്മൾ പർച്ചേസ് ചെയ്തത്. അങ്ങനെ നമ്മൾ സിവയിലെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബേബി ബമ്പിലേക്കാണ്. ഇവിടെ നമ്മൾ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 3 മണി ആവാറായിട്ടുണ്ടായിരുന്നു. ഇവരുടെ കസ്റ്റമർ സർവീസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡിൻ്റെയും പ്രൊഡക്ട്സ് ഇവിടെ അവൈലബിൾ ആയിരുന്നേ. ഞാൻ ഓൺലൈനിൽ റിവ്യൂവും റേറ്റിംഗ്സും ഒക്കെ നോക്കിയിട്ട് ഏത് ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് വാങ്ങണമെന്ന് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡയപ്പർ ആണെങ്കിലും ഡിറ്റർജൻ്റ് ആണെങ്കിലും ഈവൻ വൈപ്സ് ആണെങ്കിൽ പോലും ഏത് ബ്രാൻഡിൻ്റെ വാങ്ങണമെന്ന് ഞാൻ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്രാൻഡ്സിൻ്റെ എല്ലാം ഈ ഷോപ്പിൽ അവൈലബിൾ ആയിരുന്നു. നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ ചെന്ന് ഡ്രസ്സ് കണ്ടപ്പോൾ വീണ്ടും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ തുടങ്ങി. ആ ഡ്രസ്സിന് ചേരുന്ന ബിറ്റൻസും ബൂട്ടീസും ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്ക് എത്ര എടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. കണ്ണേട്ടനും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോയി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ക്യാരി ബെഡ്, നെറ്റ് ബെഡ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞു ഗൈസ്. രാവിലെ ഒരു 11 മണിയായപ്പോഴെങ്ങാണ്ട് നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 6 മണിയായിരിക്കുന്നു. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഫുഡ് സ്പോട്ടായ ബൈപ്പാസിലേക്ക് വിട്ടു. സത്യം പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയതിനു ശേഷം അധികം ഇങ്ങോട്ടുള്ള വരവ് കുറച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മോമോസ് കഴിക്കാനായിട്ട് ഭയങ്കര ക്രേവിങ്സ് വന്നു. അങ്ങനെ നമ്മൾ മോമോസും സാൻഡ്വിച്ചും ഒക്കെ കഴിച്ചു. അപ്പോഴാണ് പാനിപ്പൂരി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഹൈജീനിക് ആയതുകൊണ്ട് തന്നെ ട്രൈ ചെയ്തു. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അത് ഭയങ്കര പുളിയായിരുന്നു അതിന്. അപ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി വാങ്ങിയ പ്രൊഡക്ട്സ് ഒക്കെ എടുത്ത് നോക്കി. അപ്പോഴേക്കും കണ്ണേട്ടൻ പതിയെ ഒരു നാഗവല്ലിയായി മാറി തുടങ്ങിയിരുന്നു ഗൈസ്. അതായത് മണിച്ചിത്രത്താഴിലെ ശോഭന ഓരോ ഓർണമെന്റ്സ് എടുത്ത് കാണിക്കുന്ന പോലെ കണ്ണേട്ടൻ കുഞ്ഞിൻ്റെ ഓരോ ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു ഇന്ന്.